ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസും ഓസ്റ്റിയോപോറോസിസും ഒന്നാണോ എന്നുള്ളത്. പക്ഷേ രണ്ട് കണ്ടീഷനാണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ എന്തുണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോൺസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാർട്ടിലേജസ് ഉണ്ട്. ആ കാർട്ടിലേജസ് നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാരണം വെയർ ആൻഡ് ടയർ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒബീസിറ്റി, അതായത് കൂടുതൽ അമിതമായ വണ്ണം കാരണം, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി നമ്മൾ ചെയ്യുന്ന വർക്ക് കാരണം, അല്ലെങ്കിൽ ചിലർക്ക് ജനറ്റിക്കലായിട്ട് പിന്നെ ഏജ് കൂടുമ്പോഴല്ല ഇതിന് തേയ്മാനം സംഭവിക്കും. അങ്ങനെ തേയ്മാനം സംഭവിച്ച് ഇത് നമ്മുടെ ജോയിൻസിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ആ ഒരു ജോയിൻറ്റിൻ്റെ റീജിയണിൽ നമുക്ക് വേദന ഉണ്ടാവും, അവിടെ നമുക്ക് വീക്കം ഉണ്ടാവും, അതായത് സ്വെല്ലിംഗ് ഉണ്ടായിരിക്കും, ചിലർക്ക് റെഡ്നെസ് ഉണ്ടായിരിക്കും, ചിലർക്ക് ആ ഒരു ഭാഗത്ത് ഭയങ്കര പെയിൻ ഉണ്ടായിരിക്കും. സോ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് ആ ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ പെയിൻ കൂടുതലായിരിക്കും, പക്ഷെ റെസ്റ്റ് ചെയ്യുമ്പോൾ പെയിൻ കുറയും. പക്ഷേ നേരെ തിരിച്ച് ഓസ്റ്റിയോപോറോസിസ് കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോണിൻ്റെ ഡെൻസിറ്റി കുറയാണ്, അതായത് അസ്ഥികൾ വന്ന് ക്ഷയിച്ചു പോവുകയാണ്, അതായത് എല്ലിന് തേയ്മാനം വരുന്നു ഫുള്ളായിട്ട്. ആ ഒരു കണ്ടീഷനിൽ നമ്മുടെ ബോണിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇതിൻ്റെ മെയിൻ കോസ് വൈറ്റമിൻ ഡിയും അതുപോലെ കാൽസ്യം നമ്മുടെ ബോഡിയിൽ കുറയുന്നതുകൊണ്ടാണ്. ഈ ഒരു കണ്ടീഷൻ പെയിൻലെസ് ആയിരിക്കും, അതായത് വേദന ഒന്നും ഉണ്ടായിരിക്കില്ല. നമ്മൾ ചെറുതായിട്ട് എവിടെയെങ്കിലും ഒന്ന് വീണ അല്ലെങ്കിൽ തട്ടിയാൽ ചിലപ്പോൾ നമുക്കൊരു ഫ്രാക്ചർ, കൈ ഒടിയാം, കാലൊടിയാം, അങ്ങനെയുള്ള കണ്ടീഷനാണ് ഇതിലുണ്ടാവുക. അതായത് നമ്മുടെ എല്ല് ക്ഷയിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് വീഴുമ്പോഴേക്കും നമ്മുടെ കൈയും കാലും ഒടിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. സോ ഈ രണ്ട് കണ്ടീഷനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. നമ്മൾ എപ്പോഴും ഒരു കണ്ടീഷൻ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ് അറിഞ്ഞിട്ട് വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. സോ ഇതുപോലുള്ള ടിപ്സിന് ഞങ്ങളെ ഫോളോ ചെയ്യുക.